പാകിസ്ഥാനിൽ എങ്ങും എത്താതെ സർക്കാർ രൂപീകരണ ചർച്ചകൾ. സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാൻ നവാസ് ഷെരീഫ് ശ്രമം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദവുമായി ഇമ്രാന്റെ PTIയും രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ 2 ദിവസമാകുമ്പോഴും പാകിസ്ഥാനിൽ അന്തിമ ഫലപ്രഖ്യാപനം ഇനിയുമായിട്ടില്ല. ഇതിനു പിന്നിൽ ഫലം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന ആരോപണവുമായി ഇമ്രാൻഖാന്റെ പാർട്ടി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. പുറത്തുവന്ന ഫലമനുസരിച്ച് 100 സീറ്റോളം നേടി ഇമ്രാന്റെ തെഹ്രീക്ക് ഇൻസാഫ് തന്നെയാണ് മുന്നിലുള്ളത്. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ 133 സീറ്റുകളാണ് വേണ്ടത്. നവാസ് ഷെരീഫിന്റെ PMLN 73ഉം PPP പാർട്ടി 54 സീറ്റും നേടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്തതിനാൽ സമാന ചിന്താഗതിക്കാരായ മറ്റു പാർട്ടികളുമായി ചേർന്ന് സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കുമെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. PPP ചെയർമാൻ ആസിഫ് സർദാരിയുമായി നവാസ് ഷെരീഫ് ടെലിഫോണിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ചർച്ചയ്ക്കായി ബിലാവൽ ഭുട്ടോയെയും ഷെരീഫ് ക്ഷണിച്ചിട്ടുണ്ട്. സഖ്യം സംബന്ധിച്ച് ധാരണയായാൽ കൂടുതൽ പാർട്ടികൾ ഇവർക്കൊപ്പം ചേർന്നേക്കുമെന്നാണ് സൂചന. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച ധാരണകളൊന്നും ആയിട്ടില്ലെന്നാണ് ബിലാവൽ ഭുട്ടോ അറിയിച്ചത്. അതിനിടെ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി ചെയർമാൻ ബാരിസ്റ്റർ ഗോഹർ അലി ഖാൻ രംഗത്തെത്തി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തങ്ങളായതിനാൽ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് തങ്ങളെ തന്നെ ക്ഷണിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV.